കഴിഞ്ഞ 2 ദിവസം നമുക്ക് ഉപവാസത്തോടും പ്രാർത്ഥനയോടും ദൈവത്തിൻ്റെ പാദപീഠത്തിലായിരിക്കാൻ കർത്താവ് നമുക്ക് ഭാഗ്യം തന്നു. വലിയ അനുഗ്രഹമായിരുന്നു. ചെറിയ ചെറിയ കൂടിവരവുകളായിരുന്നെങ്കിൽ പോലും വലിയ ദൈവസാന്നിധ്യവും വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ ആലോചനകളും ഒക്കെ കേൾപ്പാൻ ഇടയായി. നമ്മുടെ ജാനൽ സിസ്റ്ററുടെ സഹോദരി കുടുംബം അവർ കർത്താവിൻ്റെ വേലയിൽ ദീർഘവർഷങ്ങളായിരിക്കുന്നു. അദ്ദേഹം നമ്മളോടൊപ്പമായിരുന്നു. ശുശ്രൂഷിപ്പാനൊക്കെ ദൈവം അദ്ദേഹത്തിന് ഭാഗ്യം കൊടുത്തു. അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് അധികം സമയം നമ്മുടെ മുൻപിലില്ല. വേഗത്തിൽ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 14-15 വാക്യം. ജോൺ ചാപ്റ്റർ 3 വേഴ്സസ് 14 and 15. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. നിക്കോദീമോസും യേശു ക്രിസ്തുവും തമ്മിലുള്ള ഒരു കോൺവെർസേഷന് ശേഷം കർത്താവ് പറഞ്ഞ ഒരു പദമാണ്. ഹോളി കമ്മ്യൂണിയനുമായിട്ട് റിലേറ്റഡ് ആയ മെസ്സേജാണ്. ഈ മെസ്സേജിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ലുക്ക് ആൻഡ് ലീവ്, നോക്കുക ജീവിക്കുക. മറ്റൊരു ടൈറ്റിലൂടെ കൊടുക്കുന്നുണ്ട്, ബിലീവ് ആൻഡ് ബി സേവ്ഡ്, വിശ്വസിക്കുക രക്ഷിക്കപ്പെടും, അല്ലെങ്കിൽ നിത്യജീവൻ പ്രാപിക്കും. ഓൾഡ് ടെസ്റ്റ്മെന്റ് പറയുന്നു ലുക്ക് ആൻഡ് ലീവ്. ന്യൂ ടെസ്റ്റ്മെന്റ് പറയുന്നു ബിലീവ് ആൻഡ് ബി സേവ്ഡ്. നോക്കുന്നത് കണ്ണുകൾ കൊണ്ടാണെങ്കിൽ വിശ്വസിക്കുന്നത് ഹൃദയം കൊണ്ടാണ്. പ്രൈസ് ഗോഡ്. ഏറ്റുപറയുന്നത് അധരം കൊണ്ടാണ്. ഈ കോൺവെർസേഷൻ യേശു ക്രിസ്തുവും നിക്കോദീമോസുമായിട്ടുള്ളതാണ്. അതിൻ്റെ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ഞാൻ എപ്പോഴെങ്കിലും അവസരം കിട്ടുമ്പോൾ നിങ്ങളുമായി പങ്കുവെക്കാം. ഞാൻ ഇന്നാൾ പറഞ്ഞതുപോലെ പിന്നെ പറയാമെന്ന് പറഞ്ഞതെല്ലാം കുറിച്ചിട്ടേക്കണം. ചിലതൊക്കെ പിന്നെ പറയാമെന്ന്. നമുക്ക് അനുഗ്രഹിക്കപ്പെട്ടൊരു സന്ദേശം രാവിലെ കേൾക്കുവാനായിട്ടിടയായി. രാവിലെ പ്രെയർ ലൈനിൽ കയറിയവർക്കറിയാം, വളരെ ശക്തമായൊരു സന്ദേശം, വളരെ ശക്തമായ, ഇന്നത്തെ കാലഘട്ടത്തിനും ഇന്നത്തെ സഭയ്ക്കും വേണ്ടുന്ന ഒരു ശക്തമായ സന്ദേശം. ഒരു കൺവെൻഷൻ പ്രസംഗം പോലെ ഫീൽ ചെയ്യത്തക്കോണം. കയറിയവർക്കറിയാം, ഞാൻ വെറുതെ അതിശയോക്തിയും മുഖസ്തുതിയും പറയുകയല്ല. കയറിയ ദൈവമക്കൾക്കറിയാം. ജോസ് ബ്രദറെ ദൈവം അനുഗ്രഹിക്കട്ടെ, നന്നായിട്ട് ആ കാര്യങ്ങൾ പെർഫോം ചെയ്തല്ലോ. വളരെ അതിൻ്റെ പിന്നിൽ അധ്വാനിച്ചെന്നും വർക്ക് ചെയ്തെന്നും ഞങ്ങൾക്ക് മനസ്സിലായി പ്രസംഗം കേട്ടപ്പോൾ തന്നെ. സഭയുടെ അധപ്പതനം, അദ്ദേഹം പറഞ്ഞ ഒരു പദം ഇതാണ്. ഇന്ന് നമ്മൾ കാണുന്ന എവിടൊക്കെ സഭ അധപതിച്ചിട്ടുണ്ടോ ജാതീയ ശക്തികൾ തലയെടുത്തിട്ടുണ്ട്. ഇന്ന് ലോകത്ത് കാണുന്ന പല കാര്യങ്ങളെ എക്സാമ്പിൾ സഹിതം പറഞ്ഞിട്ടുണ്ട്. സഭ എവിടെല്ലാം അധപ്പതനത്തിലേക്ക് പോയിട്ടുണ്ടോ അവിടെല്ലാം ജാതീയ ശക്തികൾ തലയെടുത്തിട്ടുണ്ട്. ഇന്ന് അമേരിക്കയിലെ ചില സ്റ്റേറ്റുകളിൽ സംഭവിക്കുന്ന കാര്യങ്ങളും UK-യിൽ സംഭവിക്കുന്ന കാര്യങ്ങളും വിശുദ്ധ ബൈബിളിൽ നിന്നും അദ്ദേഹം വളരെ ആധികാരികമായിട്ട് അതിനെക്കുറിച്ച് സംസാരിച്ചു. ഇവിടെ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്, യേശുക്രിസ്തു പറയുക, മരുഭൂമിയിൽ മോശ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രൻ ഉയർത്തേണ്ടതാകുന്നു. സോ നമ്മൾ ദ ഫസ്റ്റ് പാർട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ദ ക്രോസ് ആൻറ്റിസിപ്പേറ്റഡ്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശിനെ കുറിച്ച് പഴയ നിയമത്തിൽ എവിടെയെല്ലാം വിവരിച്ചിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം ജനസിസ് ചാപ്റ്റർ 22 നമ്മൾ കണ്ടു, the lamb which was provided by God, യഹോവ ഇരേ. ഒരാട്ടിൻകുട്ടി കൊമ്പ് കാട്ടിൽ കുരുങ്ങിക്കിടക്കുന്നു. അത് ഇൻസ്റ്റെഡ് ഓഫ് ഐസക്, സബ്സ്റ്റിറ്റ്യൂട്ട്, ഒരു പകരക്കാരനായി മാറിയ ആട്ടിൻകുട്ടി. നമ്മുടെ യേശു ക്രിസ്തു ഒരു പകരക്കാരനാണ്. പുറപ്പാട് പുസ്തകം 12 രണ്ടാമത്തെ നമ്മൾ കാണേണ്ടത് ദ പാസ് ഓവർ ലാംബ്. ആ രാത്രിയിൽ അറുക്കപ്പെട്ട ആട്, അത് ക്രിസ്തുവിന് നിഴലായിരുന്നു. ലെവിറ്റിക്കസ് ചാപ്റ്റർ 16 നമ്മൾ ചിന്തിച്ചത് ഇതാണ്, ദ സ്കേപ്പ് ഗോഡ് ആൻഡ് ദ ലാംബ് വിച്ച് വാസ് സ്ലെയിൻഡ്. അറുക്കപ്പെട്ട ആടും അയക്കപ്പെട്ട ആടും, ഇത് രണ്ടും ക്രിസ്തുവിന് നിഴലായിരുന്നു. ജനസിസ്, എക്സോഡസ്, ലെവിറ്റിക്കസ്. അങ്ങനെ തന്നെ ഇരിക്കണേ, ഒരു മാറ്റം ഉണ്ടാവില്ല. ഇങ്ങനെ ഇരുന്നോണം കേട്ടോ, ഞാൻ പറയാം. ജനസിസ്, എക്സോഡസ്, ലെവിറ്റിക്കസ്. ജനസിസ് നമ്മൾ കണ്ടത് മോറിയാമലയിൽ ഇസഹാക്കിന് പകരമായി വെളിപ്പെട്ട ആട്. എക്സോഡസിൽ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി അന്ന് രാത്രിയിൽ അറക്കപ്പെട്ട ആട്. ലേവ്യ പുസ്തകത്തിൽ അയക്കപ്പെട്ട ആടും
അറുക്കപ്പെട്ട ആടും ക്രിസ്തുവിന് നിഴലാണ്. ബട്ട് ഇൻ നമ്പേഴ്സ്, സംഖ്യാപുസ്തകത്തിൽ വരുമ്പോൾ 3 മേഖലകളെ കാണാം. ഒന്ന്, ദ സ്മിറ്റൻ റോക്ക്, അടിക്കപ്പെട്ട പാറ. 2, ദ ബഡഡ് റോഡ് ഓഫ് ഏരോൺ, അഹരോന്റെ തളിർത്ത വടി. 3, ദ ലിഫ്റ്റഡ് ബ്രാസ് ആൻഡ് സർപ്പന്റ് ഓൺ ദ പോൾ, ആ കൊടിമേൽ ഉയർത്തിയ പിച്ചള സർപ്പം. യേശുക്രിസ്തു ഈ പദം, സംഖ്യാപുസ്തകത്തിൽ നടന്ന ഒരു സംഭവം യേശുക്രിസ്തു പറയുക. നമുക്ക് സംഖ്യാപുസ്തകത്തിലേക്കൊന്ന് പോകാം. അവിടെ അതിൻ്റെ 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണ് ഈ സംഭവം. ഫ്രം വേഴ്സസ് 4 to 9 സംഖ്യാപുസ്തകത്തിൽ വരുമ്പോൾ നമുക്കവിടെ കാണുവാൻ സാധിക്കും. അതിനെ ഞാൻ 3 പാർട്ടായിട്ട് വേർതിരിക്കുക. ഫസ്റ്റ് 2 വേഴ്സ്, സെക്കൻഡ് 2 വേഴ്സ്, തേർഡ് 2 വേഴ്സ്. 6 വാക്യങ്ങളെ 3 പാർട്ടായിട്ട് വേഗത്തിൽ നിങ്ങളുടെ മുൻപിലേക്ക് ഒന്ന് പറഞ്ഞിട്ട് ഈ തിരുമേശയുമായി ബന്ധം എന്താണെന്ന് ഒന്ന് കണക്ട് ചെയ്തിട്ട് നമ്മൾ തിരുമേശയിലേക്ക് പോകാൻ പോവുകയാണ്. വെറും 20 മിനിറ്റ് മാത്രമേ നമ്മുടെ മുൻപിലുള്ളൂ. വേഗത്തിൽ മുൻപോട്ട് പോകാം. അതിൻ്റെ 4, 5 വാക്യം ഒന്ന് വായിക്കാമോ? പിന്നെ അവൻ ഏദോം ദേശത്തെ ചുറ്റിപ്പോകുവാൻ ഹോർ പർവ്വതത്തിങ്കൽ നിന്ന് ചെങ്കടൽ വഴിയായി യാത്ര പുറപ്പെട്ടു. വഴി നിമിത്തം ജനത്തിന്റെ മനസ്സ് ക്ഷീണിച്ചു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ മനസ്സ് ക്ഷീണിക്കുന്ന സന്ദർഭങ്ങളുണ്ട്. നമ്മുടെ ശരീരം ക്ഷീണിക്കുന്ന സമയങ്ങളുണ്ട്. നമ്മൾ ഇമോഷണലി സ്ട്രെസ്ഡ് ആകുന്ന സമയങ്ങളുണ്ട്. ഫിസിക്കലി എക്സോസ്റ്റഡ് ആകുന്ന സമയങ്ങളുണ്ട്. സ്പിരിച്വലി ഡ്രൈഡ് ആകുന്ന സമയങ്ങളുണ്ട്. ഇങ്ങനെയുള്ള സമയങ്ങൾ വരുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിക്കണം എന്താ നമ്മൾ പറയുന്നതെന്ന്. ആ പറയുന്ന വാക്കുകൾ കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. പലതിനെ കൊണ്ടും നമ്മൾ ക്ഷീണിക്കാം. ചിലപ്പോൾ മക്കളെ കൊണ്ടായിരിക്കാം, ചിലപ്പോൾ ജോലി ആയിരിക്കാം. നമ്മളൊക്കെ ഈ മുടിഞ്ഞ ജോലി, അങ്ങനെ പറയരുത്. അത് മുടിഞ്ഞതല്ല. ചിലപ്പോൾ ജോലിയിൽ ഇച്ചിരി മുറിവുകൾ തോന്നിയാലും അത് ദൈവം തന്ന ഗിഫ്റ്റാ. അതില്ലാതെ വരുമ്പോഴേ അതിൻ്റെ വേദന അറിയത്തുള്ളൂ. സോ ഞാനതൊന്ന് ആമുഖമായി പറഞ്ഞതേ ഉള്ളൂ. തളരുമ്പോൾ നമ്മളെല്ലാവരും എന്തെങ്കിലുമൊക്കെ പറയും. നമ്മുടെ സഹോദരിമാർ പറഞ്ഞിട്ട്, എനിക്ക് 2 കയ്യേ ഉള്ളൂ. എത്ര പ്രാവശ്യം നമ്മുടെ വീട്ടിൽ മുഴങ്ങുന്നൊരു കാര്യമാണ് 2 കയ്യേ ഉള്ളെന്ന്. എന്നാൽ ഒരു 2 കൈയൂടെ ഞങ്ങൾ റെഡിയാക്കട്ടെ എന്ന് പറഞ്ഞാൽ അത് പറ്റത്തുമില്ല. അപ്പം നമ്മളൊക്കെ ക്ഷീണിക്കുമ്പോൾ കുറേ പദങ്ങൾ പറയാറുണ്ട്. ഇവിടെ ജനത്തിൻ്റെ മനസ്സ് ക്ഷീണിച്ചു. കാരണം ചുറ്റിപ്പോവുക. അതിന് കാരണം ആരും കാരണക്കാരല്ല. ഏദോം വഴി ഒരു ഷോർട്ട് കട്ട് ഉണ്ടായിരുന്നു. ഏദോമിനോട് ചെന്ന് ചോദിച്ചു, ഞങ്ങള് ഈ പാതയിലൂടെ ഒന്ന് പൊക്കോട്ടെ, നിന്റെ വെള്ളം എടുക്കത്തില്ല, നിന്റെ അപ്പം എടുക്കത്തില്ല, നിനക്കുള്ള ഒന്നിലും ഞങ്ങൾ തൊടത്തില്ല, ജസ്റ്റ് ഗീവ് എ വേ. ബട്ട് ഏദോം പറഞ്ഞു നോ. പിന്നീട് അതിൻ്റെ സംഭവങ്ങളിലേക്കൊക്കെ പോകാം. പക്ഷെ ദൈവം പറഞ്ഞു ഓക്കെ, അവൻ നോ പറഞ്ഞ സ്ഥിതിക്ക് നോ വാർ, യുദ്ധത്തിന് പോകണ്ട, നീ ഇച്ചിരി ദൂരം നടക്കേണ്ടി വന്നാലും ഞാനത് കൈകാര്യം ചെയ്തോളാം. ചിലപ്പോൾ ചില സമാധാനത്തിനു വേണ്ടി നമ്മളെ ഇച്ചിരി ദൂരം ദൈവം നടത്തിയെന്ന് വരും. പക്ഷെ ദൈവത്തിൻ്റെ കരം നമ്മുടെ കൂടെ കാണും. നമ്മുടെ മനസ്സ് ക്ഷീണിക്കുന്ന വിഷയങ്ങൾ വന്നെന്ന് വരും. പ്രാർത്ഥിച്ചിട്ട് മറുപടി ഇല്ലാതെ പോയെന്ന് വരും. പക്ഷെ തളരരുത്. നമ്മുടെ വാക്കുകൾ വളരെ വിലപ്പെട്ടതാണ്. ജനം മോശയ്ക്കും ദൈവത്തിനും വിരോധമായി സംസാരിച്ചു. They spoke against God and the prophet of God. ഈ 2 കാര്യം പറഞ്ഞു. ഇനി അവർ സംസാരിച്ചു എന്തുവാണെന്നറിയാമോ? അവർ സംസാരിച്ചത് there was 2 types, complaining and murmuring. Murmuring against God and the prophet of God. 2, they were complaining and rejecting. സോ ഇവിടെ കംപ്ലൈനിങ്ങും ഉണ്ട്, റിജക്ഷനും ഉണ്ട്. എന്തോ അവർ കംപ്ലൈൻ ചെയ്യുന്നു പറയാമോ? യു ബ്രോട്ട് us from Egypt to this wilderness to die.
ഞങ്ങളെ മരിക്കാൻ കൊണ്ടുവന്നതാണോ ഈജിപ്തിൽ നിന്ന്? അല്ല. നിങ്ങൾ ആവർത്തിച്ച് കേട്ടതാ, എന്റെ ജനത്തെ ആരാധിക്കാൻ കൊണ്ടുവാ. You are saying something against the will of God. You are saying something against the promise of God. ദൈവമക്കളെ, നാം പറയുന്നത് ദൈവത്തിൻ്റെ ഹിതത്തിനെതിരാകരുത്. നാം പറയുന്നത് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾക്കെതിരാകരുത്. നിങ്ങൾക്കറിയില്ല നിങ്ങളോട് ദൈവം ചെയ്ത വാഗ്ദത്തങ്ങൾ. അത് മറന്നു നമ്മൾ സംസാരിക്കരുത്. They are saying something against the will of God. God's will, ദൈവത്തിന്റെ ഹിതം ആരും മരുഭൂമിയിൽ മരിക്കണമെന്നല്ല, എല്ലാവരും അസ്വസ്ഥതയിലെത്തണം. പക്ഷെ അവര് പറയുക, നമുക്ക് ഇവിടുത്തെ ഒന്നാമത്തെ നമ്മള് the people of God became people of murmuring. ദൈവത്തിന്റെ ജനം ആരായി മാറി? പിറുപിറുക്കുന്നവരായി മാറി. There are many things they had to be grateful and to be gratitude before God. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് സ്തുതിക്കേണ്ടവര് ഇങ്ങനെ കംപ്ലൈന്റും കൊണ്ടിരുന്നാൽ നമ്മുടെ ഭാവി നഷ്ടമാകുകയല്ലേ? This month we know that America is celebrating Thanksgiving. Attitude of gratitude for everything. We are grateful and we are thankful to God. പക്ഷെ ഈ ജനം നന്ദി പറയേണ്ടവർ, സ്തുതിക്കേണ്ടവർ, instead of praising, instead of thanksgiving, they were complaining. ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് വിടുവിച്ച ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ടാ രാവിലെ എഴുന്നേക്കണ്ടേ. പക്ഷേ they were now murmuring and complaining. എന്തു അവർ പറഞ്ഞെന്നറിയാമോ? They complained that God and Moses brought them out from Egypt to this wilderness to die. Second, they complained lack of food, lack of water. അത് മാത്രമല്ല, they complained about manna. ദൈവം കൊടുത്ത ഡിലീഷ്യസ് ആയിട്ടുള്ള, പ്രേഷ്യസ് ആയിട്ടുള്ള the food of angels. അവരിപ്പോ പറയുക ഈ വർത്ത്ലെസ് ഫുഡ്. ഞാൻ അതാ പറഞ്ഞേ, ഈ സാരമില്ലാത്ത മന്ന. കുറെ നാളുകൾ കഴിയുമ്പോൾ പലതും നമുക്ക് അങ്ങനെ തോന്നും. ഇതവർ ആദ്യം ഭക്ഷിച്ചപ്പോൾ പറഞ്ഞ എന്താണെന്നറിയാമോ? തേൻ പുരട്ടിയ ദോശയാന്നൊക്കെയാ അല്ലേ? നല്ല നല്ല ദൈവദാസനാന്നൊക്കെ പറയും. ചൂടെ കഴിയുമ്പോൾ പറയും പുള്ളിക്കാരൻ ശരിയല്ലെന്ന് തോന്നുന്നു. പിന്നെ പുള്ളിയായി അല്ലേ? ആദ്യം പാസ്റ്ററായി, പിന്നെ അങ്കിളായി, പിന്നെ അച്ഛനായി, പിന്നെ നമ്മുടെ ലോകം അതാ. നമ്മുടെ ലോകം അതാ. അസാധാരണമായ ദയ കാണിച്ച ബർബരന്മാർ പൗലോസിനെ കണ്ടുടനെ ആദ്യം കാണിച്ചത് എന്തുവായിരുന്നു? അസാധാരണമായ ദയ. പിന്നെ പറഞ്ഞു യവൻ ആരാ? കൊലപാതകനാന്ന് പറഞ്ഞു. ആ ഒരു ലോകത്തിൽ നിങ്ങൾ ആരുടെയും പ്രശംസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യരുത്. സഭകളിൽ ഇന്ന് ഏറ്റവും കേൾക്കുന്ന ഒരു കംപ്ലൈന്റ് എന്താണെന്നറിയാമോ? അപ്രീഷിയേറ്റ് ചെയ്യാൻ ആരുമില്ല. വി ആർ ബേൺഡ് ഔട്ട്. നോ വൺ ഈസ് ഹിയർ ടു അപ്രീഷിയേറ്റ്. എൻ്റെ ചോദ്യം, 30 വർഷമായി കർത്താവിൻ്റെ വേല തുടങ്ങിയിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ധ്യാനിക്കുക, ഒരു അപ്രീഷിയേഷനും എങ്ങുന്നും കിട്ടിയിട്ടില്ല. കുറെ ചവിട്ട് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ആത്മീയ ലോകത്തിൽ നാം എന്ത് ചെയ്യുന്നതും ഫോർ ദ കിങ്ഡം ഓഫ് ഗോഡ്. റിവാർഡ് ഈസ് നോട്ട് ഫ്രം ഹിയർ, റിവാർഡ് ഈസ് ഫ്രം ദെയർ. നിങ്ങളെ ഒരു ദിവസം മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ഡോണ്ട് വെയിറ്റ് ആൻ അപ്രീഷിയേഷൻ. അല്ലേ? ആളുകളിൽ നിന്നൊരു അപ്രീഷിയേഷൻ കിട്ടാൻ വേണ്ടി ആരെങ്കിലും തന്നെങ്കിൽ പ്രൈസ് ഗോഡ്, താങ്ക് യു ബ്രദറെ. ഇല്ലെങ്കിൽ മിണ്ടിപ്പോകരുത്. ഞാൻ അതിനു വേണ്ടി അല്ലിത് ചെയ്യുന്നേ. എനിക്കറിയാം ഞാൻ ആരെയാ സേവിക്കുന്നതെന്ന്, ഞാൻ ആരുടെ മുമ്പിലാ ശുശ്രൂഷിക്കുന്നതെന്ന്.
ദൈവജനമേ, എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ദൈവസഭയ്ക്കകത്ത് നിന്ന് അപ്രിഷിയേഷൻ പ്രതീക്ഷിച്ചൊന്നും ചെയ്യരുത്. നിങ്ങൾ ബേൺ ഔട്ട് ആവുന്നത് ഫോർ ദ കിങ്ഡം ഓഫ് ഗോഡ്. ഒരു കൈത്തിരിയായി ഞാൻ എരിഞ്ഞു തീരുമെന്ന് പാടിയവരാ നമ്മൾ. ആർക്കെരിയാനാ നമ്മളെ? ഫോർ ഗോഡ്, ഫോർ ഗോഡ്. നിങ്ങൾ പ്രസ്ഥാനത്തിനു വേണ്ടിയോ, നിങ്ങൾ വ്യക്തിക്ക് വേണ്ടിയോ, നിങ്ങളൊരു ലോക്കൽ ചർച്ചിന് വേണ്ടിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പാഴാ. എന്നാൽ ദൈവത്തിന് തിന്നാലും കുടിച്ചാലും എന്തു ചെയ്താലും ആർക്ക്? ദൈവനാമ മഹത്വത്തിനായി ചെയ്തോ, സ്വർഗം നിങ്ങളെ മാനിക്കുന്ന ദിവസമുണ്ട്. മനുഷ്യൻ മറന്നാലും ദൈവം മറക്കത്തില്ല. ദൈവം അത് ഓർത്ത് മാനിക്കുന്ന ദൈവമാണ്. Do it everything for the glory of God, for the kingdom of God, for the expansion of the kingdom of God. Lord, I did this for your glory. കർത്താവേ, ഞാൻ ഇത്രയും ചെയ്തിട്ടുണ്ട്, നിന്റെ നാമം മഹത്വപ്പെട്ടോട്ടെ. എത്ര സന്തോഷമുള്ളതാണ്. വേഗത്തിൽ മുൻപോട്ട് പോകട്ടെ. They rejected God's provision. They rejected God. They rejected the prophet of God. They forgot the generosity of God. They forgot the power and the mercifulness of God. ഇത്രയും വാക്കുകൾ വരാനുള്ള കാരണം അതാ. ദൈവത്തിൻ്റെ കരുണയല്ലേ ഞങ്ങളെ വിടുവിച്ചത്? ദൈവത്തിൻ്റെ ശക്തിയല്ലേ ഫറവോന്റെ ഇരുമ്പ് രഥങ്ങളെ താറുമാറാക്കിയത്? ദൈവത്തിൻ്റെ ശക്തിയല്ലേ ചെങ്കടലിനെ വിഭാഗിച്ചത്? They were the people to remember the power of God, provisions of God, mercifulness of God, the generosity of God. But they forgot everything. എന്താ സ്തുതി വരാത്തെന്നറിയാമോ? നാം മറക്കുന്നത് കൊണ്ടാ. അവൻ ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുത്. എൻ മനമേ അവനെ സ്തുതിക്കുക. ദൈവത്തെ സ്തുതിക്കാൻ ആരും പറയണ്ട. ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഓർത്താൽ മതി. സ്തുതിക്കേണ്ട ജനം പിറുപിറുക്കുന്നവരായി മാറി. The praising people, instead of praising, they became murmuring and complaining and rejecting. എന്താ സംഭവിച്ചെന്നറിയാമോ? Immediately the punishment came from God. മനുഷ്യൻ പറയുന്ന നിസ്സാര വാക്കിന് പോലും എന്ത് കൊടുക്കേണ്ടതാ? കണക്ക് കൊടുക്കേണ്ടതാ. അത് ജോയ് തോമസ് പറഞ്ഞാലും ജോസ് കുര്യൻഷാൻ പറഞ്ഞാലും ആര് പറഞ്ഞാലും അല്ലേ, ഒരു ചെറിയ വാക്കിന് പോലും നമ്മൾ അക്കൗണ്ട് കൊടുക്കേണ്ടവരാ. ഈ ജനം മരുഭൂമിയിൽ പറഞ്ഞ പദം ഒരൊറ്റ ദിവസമെങ്കിലും രാവിലെ എഴുന്നേറ്റ് അവർക്ക് ഗ്യാസ് ഓണാക്കേണ്ടി വന്നിട്ടുണ്ടോ? ദൈവത്തിൻ്റെ മന്ന രാവിലെ പറക്കുക. ഇത് സംഭവം നടക്കുമ്പോൾ 38 വർഷമായി രാവിലെ മന്ന കൊടുക്കുക ദൈവം. ഇത് വാങ്ങിച്ച ജനം ചോദിക്കുക, ഈ സാരമില്ലാത്തത് നമുക്കിന്ന് ദൈവം തന്നതിൽ സ്തോത്രം ചെയ്യണം. നമ്മുടെ പ്രശ്നങ്ങൾ എന്താണെന്നറിയാമോ? നമ്മുടെ കംപ്ലൈന്റ് എന്താണെന്നറിയാമോ? ഇല്ലാത്തതിനെ പറയുക. നമ്മൾ പണ്ട്, ഞാനൊരു 5 വയസ്സുള്ളപ്പോൾ കേട്ടൊരു കഥ ഞാൻ ഓർക്കുന്നുണ്ട്. 5 വയസ്സുള്ളപ്പോൾ ഒരു മനുഷ്യൻ്റെ കംപ്ലൈൻറ്റാ, ഞാനൊരു ഷൂ ഇട്ട് 10 വർഷമായിട്ടിടുന്നു, 10 വർഷം അതിങ്ങനെ പോളിഷ് ചെയ്ത് എനിക്കൊരു പുതിയ ഷൂ ഇല്ല. ഇങ്ങനെ കംപ്ലൈൻറ്റ് പറഞ്ഞിരിക്കുമ്പോൾ ഒരു ദിവസം അവൻ നോക്കുമ്പോൾ ഒരു കാലില്ലാത്ത ആളെ കണ്ടു. നമുക്കെല്ലാം അറിയാം, എ പേഴ്സൺ വാക്കിംഗ് വിത്ത് 1 leg. എനിക്ക് ഷൂ ഇല്ല, അവൻ എന്തില്ല? കാലില്ല. അവൻ എത്ര സന്തോഷത്തോടെ നടന്നു പോകുന്നു. എനിക്കില്ലെന്ന് പറയുന്ന പലതും, നമുക്കിന്നില്ലെന്ന് പറയുന്ന പലതും ശരിക്കും നമുക്കില്ലാത്തതല്ലത്. നമ്മുടെ ചെറിയ കാര്യങ്ങൾ നമുക്ക് കംപ്ലൈൻ്റ് ആയി മാറുമ്പോൾ, ഞാൻ ഈ ആലയത്തിൽ വരുന്ന എല്ലാ ദൈവമക്കളോടും പറയുന്നത്, ഇല്ലാത്തതല്ല, ഉള്ളതിനെ ഓർത്ത് നന്ദി പറയാൻ കഴിയട്ടെ. ദൈവം തന്ന ദാനങ്ങൾ, ദൈവം തന്ന അനുഗ്രഹങ്ങൾ, ദൈവം തന്ന നന്മകൾ, the generosity of God, the power of God, the mercifulness of God, the wisdom, the knowledge, health, healing, everything is a gift of God. എല്ലാം ദൈവത്തിൻ്റെ ദാനമാ ദൈവമക്കളെ. ഈ രാജ്യത്ത് നമ്മളെ കൊണ്ടുവന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്.
അതിന് നന്ദി പറയേണ്ടതിന് പകരം ഇമ്മീഡിയറ്റ്ലി ദ പണിഷ്മെന്റ് കെയിം ഫ്രം ഗോഡ്. ശിക്ഷ വന്നു. എന്താ ശിക്ഷ എന്നറിയാമോ? ഗോഡ്സ് 6-7 വാക്യം. ഗോഡ് സെൻഡ്, അപ്പോൾ ജനത്തിന്റെ ഇടയിൽ എന്ത് ചെയ്തു? അഗ്നിസർപ്പങ്ങളെ അയച്ചു. അഗ്നിസർപ്പങ്ങളെ അയച്ചു. ഗോഡ് സെൻഡ് ഫയറി സർപ്പന്റ്. ഞാൻ ആളുകളൊക്കെ ആവേശത്തോടെ പ്രാർത്ഥിക്കുന്ന കേട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മരുഭൂമിയിൽ കാടപ്പക്ഷി അയച്ച ദൈവമേ. പക്ഷെ ഒരു മനുഷ്യന് ഇതുവരെ പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ടില്ല. മരുഭൂമി അഗ്നിസർപ്പം അയച്ച. ഒരു വൈബ്രേഷനും ഇല്ല, ഒരു വിറപ്പും ഇല്ല. കാടപ്പക്ഷി അയച്ച ദൈവം തന്നെ. വൺ ഹൂ സെൻഡ് കോയിൽ ഇൻ ദ വിൽഡർനെസ്. ആ സെയിം ഗോഡാണ് ഇതും അയച്ചേക്കുന്നു. ഭയത്തോടെ വായിക്കണം. ഭക്ഷിക്കാൻ കാടപ്പക്ഷിയെ അയച്ച ദൈവം തന്നെയാ. അവൻ കൽപ്പിച്ചാൽ കാടപ്പക്ഷിയും വരും, അവൻ കൽപ്പിച്ചാൽ അഗ്നിസർപ്പവും വരും. ഇത് രണ്ടും ഒരു ദൈവമാ അയച്ചത്. The God sent a fiery serpent, started to bite everyone. കംപ്ലൈന്റ് ചെയ്ത, മർമർ ചെയ്ത ഓരോ മനുഷ്യനെയും അഗ്നിസർപ്പം കടിക്കാൻ തുടങ്ങി. നിങ്ങൾക്കറിയാമോ, ഫയറി സർപ്പന്റ് എന്ന പേര് മരുഭൂമിയിലെ ഏറ്റവും വിഷമുള്ള പോയിസൺ ആയിട്ടുള്ള സർപ്പമാ. ഇത് കടിച്ചാൽ ഉണ്ടാകുന്ന ഒരു ബേണിംഗ് പെയിനാ. അത് മാത്രമല്ല, ഓൾ ബോഡി തീ കൊണ്ട് പൊള്ളുന്നത് പോലെ പൊള്ളും, മരിക്കും. ഇത് ദൈവം അയച്ചു. പക്ഷെ എനിക്ക് ഈ ജനത്തെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടുത്ത വാക്യം പറയുന്നത്, അവർ ഓടിച്ചെന്ന് 7-ാം വാക്യം, ആകയാൽ ജനം മോശയുടെ അടുക്കൽ വന്നു, ഞങ്ങൾ യഹോവയ്ക്കും നിനക്കും വിരോധമായി സംസാരിച്ചതിനാൽ പാപം ചെയ്തിരിക്കുന്നു. അപ്പൊ അഗ്നിസർപ്പം വന്ന് കടി തുടങ്ങി, ആളുകൾ മരിക്കാൻ തുടങ്ങി. അവിടെ എഴുതിയിരിക്കുന്നത് വളരെ ജനം മരിച്ചു. മരിക്കാൻ തുടങ്ങിയ ഉടനെ ഇവരെല്ലാവരും കൂടെ ആറെടുത്ത് തന്നെ പോയി. ഇവര് കുറ്റം പറഞ്ഞതും ആരെയാ? എനിക്ക് ഈ ജനത്തെ ഭയങ്കര ഇഷ്ടമായി. ഇവര് മോശയെ കുറ്റമൊക്കെ പറയുന്നെങ്കിൽ ഇവരുടെ ഉള്ളിൽ ഈ മനുഷ്യനോട് ഭയങ്കര സ്നേഹമാണ്. ദേഷ്യം വരുമ്പോൾ ഇയാളെ എന്തെങ്കിലുമൊക്കെ വായി വരുന്ന പറയുമെങ്കിലും ഈ പുള്ളിയെ ഭയങ്കര സ്നേഹമാണ് അവർക്ക്. അതുകൊണ്ട് അവരുടെ ഡെഡ് ബോഡി പോലും ദൈവം അടക്കാൻ കൊടുക്കാഞ്ഞ്. അവരടക്കത്തില്ലായിരുന്നു. അടക്കിയ സ്ഥലം പോലും കാണിച്ചില്ലല്ലോ. കാണിച്ചിരുന്നേ അവരവിടെ കുത്തിയിരുന്നേനെ. ഞങ്ങളുടെ മോശയ്ക്ക് എന്തോ ഭവിച്ചെന്ന് ചോദിച്ചോണ്ടാ കാളക്കുട്ടി ഉണ്ടാക്കാൻ പറഞ്ഞേ. മോശ അവരുടെ ഹീറോയായിരുന്നു. ദേഷ്യം വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയുമെങ്കിലും മോശയോട് അവർക്ക് ഭയങ്കര സ്നേഹമാണ്. അവരോടി ആറെടുത്ത് തന്നെ തെന്നു. അവർക്കറിയാം, ഹീസ് എ മാൻ ഓഫ് ഗോഡ്, ഹീസ് എ ഫ്രണ്ട് ഓഫ് ഗോഡ്, ഹീസ് ദ ബെറ്റർ ഇന്റർസെസർ. ദേഷ്യം വന്നപ്പോൾ ഞങ്ങൾ അതൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഈ മനുഷ്യൻ ദൈവത്തിൻ്റെ സ്നേഹിതനാ. നമുക്കും ഒരു മോസസ് ഉണ്ട്. ഹിസ് നെയിം ഈസ് ജീസസ്. ഓടിച്ചെല്ലാം കേട്ടോ. നമുക്ക് വേണ്ടി സ്റ്റിൽ ഹി ഈസ് ഇന്റർസീഡിങ്. നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു യേശു ഉണ്ട്, കരുണയുള്ള. എനിക്ക് ആ ഭാഗത്ത് ഇഷ്ടപ്പെട്ടത്, മോസസ് പ്രേയ്ഡ് ഫോർ ദ പീപ്പിൾ. വാട്ട് വാസ് ദ റിക്വസ്റ്റ്? റിക്വസ്റ്റ് ഇതാണ്, മോശെ നീ പ്രാർത്ഥിക്കണം, ടു ടേക്സ് ദിസ് ഫയറി സർപ്പന്റ് ഫ്രം അവർ മിഡ്സ്റ്റ്. ഈ അഗ്നി സർപ്പങ്ങളെ ഞങ്ങളുടെ നടുവിൽ നിന്ന് നീക്കാൻ നീ പ്രാർത്ഥീര്. മോശ പറഞ്ഞു, കർത്താവേ ദൈവമേ, ദാണ്ട് ഇവർ വന്നു. എന്താ ഇവിടെ സംഭവിച്ചെന്നറിയാമോ? ഇവിടെ സംഭവിച്ചത് കൺവിക്ഷൻ നടന്നു, കൺഫെഷൻ നടന്നു, കൺട്രീഷൻ നടന്നു. 3 കാര്യങ്ങൾ അവിടെ സംഭവിച്ചു. പശ്ചാത്താപം, അനുതാപം, ഏറ്റുപറച്ചിൽ. ചില പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് എനിക്കും നിങ്ങൾക്കും ദൈവം തരുന്ന എന്തിനാണെന്നറിയാമോ? കൺവിക്ഷൻ തരാനാ. താടിക്ക് കൈയും കൊടുത്തിരിക്കാതെ എന്തോതിനാ ദൈവം തന്നേ? കൺവിക്ഷൻ തരാനാ. 2 കൺഫെഷൻ. 3 കൺട്രീഷൻ, പശ്ചാത്താപം, അനുതാപം, ഏറ്റുപറച്ചിൽ.
വേദന വന്ന ഉടനെ അവർക്ക് എന്തുണ്ടായി? കൺവിക്ഷൻ ഉണ്ടായി. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാമോ? അവർ പറഞ്ഞ പദം കേട്ടോ, വി സിൻഡ് അഗൈൻസ്റ്റ് യു ആൻഡ് ടു ഗോഡ്. അഡ്മിറ്റഡ്, they acknowledged, they accept, acknowledged, admitted and accept. We sinned. നമ്മൾ ആരെ കൊണ്ടെങ്കിലും ഒന്ന് പറയിപ്പിക്കാമോ? വണ്ടി മുട്ടിയാലും ഞാൻ എൻ്റെ കയ്യിലാ കുഴപ്പമൊന്നും 100% അറിഞ്ഞാലും അവിടെ ഇറങ്ങിയെന്ന് ആർഗ്യൂ ചെയ്യത്തില്ലേ? ഹലോ, ഓ ഇറ്റ്സ് മൈ റോങ്. പക്ഷെ നമ്മുടെ ഇൻഷുറൻസ് പറഞ്ഞേക്കുന്നത് നിന്റെ റോങ് ആണെന്ന് എന്ത് ചെയ്യരുത്? അഡ്മിറ്റ് ചെയ്യരുതെന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ ജസ്റ്റിഫൈ ചെയ്യുന്നവരാ. ഒരു ഹ്യൂമൻ പ്രോബ്ലം എന്തോ എന്നറിയാമോ? തെറ്റ് ചെയ്യുന്നതല്ല, തെറ്റ് ചെയ്തിട്ട് ജസ്റ്റിഫൈ ചെയ്യുക. ഞാൻ ഒരു സത്യം പറയാം, നിങ്ങളൊരു തെറ്റ് ചെയ്തിട്ട് 10,000 പ്രാവശ്യം നിങ്ങൾ അതിനെ നീതീകരിച്ചാലും, ഇഫ് ദ ബൈബിൾ സേസ് റോങ്, ദാറ്റ് ഈസ് റോങ്. നിങ്ങൾക്ക് നീതീകരിച്ചുകൊണ്ട് നിൽക്കാം ആയുസ് തീരുന്നിടം വരെ. പക്ഷേ ബൈബിൾ പറയും അത് തെറ്റാ മോനെ. They admitted, they accepted. Admit, accept എന്നൊക്കെ ഉള്ള വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ അക്നോളജി എന്ന് പറഞ്ഞാൽ അക്നോളജി ചെയ്യുന്നത് ഐ ഹാവ് ഡൺ റോങ് ടു മൈസെൽഫ്. അഡ്മിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഐ ഹാവ് ഡൺ റോങ് ടു അതേഴ്സ്. അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഐ ഹാവ് ഡൺ റോങ് ബിഫോർ ഗോഡ്. വേഗത്തിൽ ഞാൻ മുൻപോട്ട് പോകട്ടെ. മോശ പ്രാർത്ഥിച്ചുടനെ ദൈവം പറഞ്ഞു, റെമഡി ഈസ് ദെയർ. നോട്ട് ഗോയിങ് ടു ടേക്കിംഗ് ദ സർപ്പന്റ് ഫ്രം ദെയർ ഇൻസ്റ്റെഡ് ഓഫ് ടേക്കിംഗ് ലിഫ്റ്റിംഗ്. സർപ്പത്തെ ഇവിടുന്ന് എടുക്കുകയല്ല, അതവിടെ കിടക്കും. പക്ഷേ നീ ഒരു പിച്ചള സർപ്പത്തെ ഉയർത്തണം. പ്രൈസ് ഗോഡ്. ഇത് ദൈവത്തിൻ്റെ ഐഡിയ. ഒരാൾ ഉയർത്തപ്പെടണം. ആരെയാ ഉയർത്തേണ്ടത്? പിച്ചള സർപ്പത്തെ. വേഗത്തിൽ ഞാൻ വരാം. ഈ പിച്ചള സർപ്പത്തെ ഉയർത്തുക എന്ന് പറയുമ്പോൾ അവിടെ റെമഡി ദൈവം പറഞ്ഞു കൊടുത്തതാ. അപ്പം ഇമ്മീഡിയറ്റ്ലി ഈ മോശ ഒരു കൊല്ലനൂടാകട്ടോ, പുള്ളി പെട്ടെന്നൊരു പിച്ചള സർപ്പത്തേക്ക് വെട്ടി അങ്ങ് ഉണ്ടാക്കി. അഹരോൻ കാളക്കുട്ടി ഉണ്ടാക്കിയതുപോലെ തന്നെ പുള്ളി ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി, ഒരു ബ്രാസൻ സർപ്പൻ്റ് ഉണ്ടാക്കിയിട്ട് ഹി ലിഫ്റ്റഡ് ഓൺ ദ പോൾ. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ മന്ന ഇട്ട് വെച്ച പൊൻപാത്രവും അഹരോന്റെ തളിർത്ത വടിയൊക്കെ എവിടാ? ഹൈഡിങ് ഇൻ ദ ആർക്ക്. ബട്ട് ദിസ് വാസ് ലിഫ്റ്റഡ് പബ്ലിക്കലി. ഞാൻ ഭൂമിയിൽ ഉയർത്തപ്പെട്ടാൽ ഇത് കണക്ട് ചെയ്യുന്നത് വേറൊരാളെയാ, ക്രിസ്തുവിനെയാ. ഒരു പിച്ചള സർപ്പത്തെ അവിടെ എഴുതിയിരിക്കുന്നു, നോക്കുന്നവൻ. വൺ ഹൂ ലുക്സ് to the brass and serpent, he will live. There is no delay. Infallible, invaluable, instant, immediately നടക്കുന്നതാ. അത് ഇൻഡിവിജ്വലാ. എന്റെ കടിക്ക് പകരം വേറെ ആൾ നോക്കി നോക്കത്തില്ല. എന്റെ ദേഹത്താ കടിയെങ്കിൽ ഞാൻ നോക്കണം. എന്റെ പാപത്തിന് വേറൊരാളല്ല ഏറ്റു പറയേണ്ടത്. എന്റെ പാപത്തിന് ഞാൻ തന്നെ നിലവിളിക്കണം. അത് ഇൻഡിവിജ്വലാ, അത് ഇൻവാല്യുബിളാ, അത് ഇൻഫാലിബിളാ, അത് വിലയേറിയതാണ്. പ്രൈസ് ഗോഡ്. ഈ ഉയർത്തിയ പിച്ചള സർപ്പത്തിൽ ഒരു പിക്ചറുണ്ട്. പ്രൈസ് ഗോഡ്. ഒരു പ്രോമിസ് ഉണ്ട്, ഒരു പവർ ഉണ്ട്. പ്രൈസ് ഗോഡ്. ഒരു പിക്ചർ. എന്താണ് ആ പിക്ചർ എന്നറിയാമോ? സർപ്പന്റ് സിംബോളൈസസ് സിൻ. സർപ്പം എന്തിനെ കാണിക്കുന്നു? പാപത്തെ കാണിക്കുന്നു. ബ്രാസ് എന്ന് പറയുന്ന ആ മെറ്റൽ പഴയ നിയമത്തിൽ ഉപയോഗിക്കുന്ന ജഡ്ജ്മെന്റിനെയാ. ജഡ്ജ്മെന്റ്. 3, ഹാങ്ങിങ് ഓൺ ദ ട്രീ is a symbol of curse. മരത്തിൽ തൂങ്ങുന്നവൻ. ഇത് 3 ക്രൂശിൽ നടന്നു.
പാപം ശാപം സകലവും തീർപ്പാൻ അവതരിച്ചീഹേ നരനായി. പാപം ശാപം സകലവും തീർപ്പാൻ അവതരിച്ചീഹേ നരനായി. ദൈവകോപത്തിൽ രക്ഷകൻ. ദൈവകോപത്തി, അതാ ജഡ്ജ്മെന്റ്. പാപം ശാപം. നിങ്ങൾ പാടുന്നതിൻ്റെ അർത്ഥം മനസ്സിലായോ? വേഗത്തിൽ ഞാൻ വരട്ടെ. നോക്കുക. നോക്കുന്നതിന് എന്തോ ശക്തി. പിക്ചർ. രണ്ടാമത് ഞാൻ പറഞ്ഞത് പവർ. നോക്കുന്നതിനകത്ത് എന്തുണ്ട്? വല്ല ശക്തിയുണ്ടോ? ഞാനിപ്പോൾ നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ കുറേ നേരമായിട്ട് എന്നെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? നിന്നെയും കൊല്ലും ഞാനും ചാവുമെന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് അല്ലേ? നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഒന്നും നടക്കുന്നില്ലല്ലോ ഇവിടെ. പക്ഷെ നോട്ടത്തിനൊരു ശക്തിയുണ്ട്. ആ നോട്ടത്തിനല്ല ശക്തി, ആ മെറ്റലിനല്ല ശക്തി, ആ പോളിനല്ല ശക്തി, ഉണ്ടാക്കിയ മോശക്കല്ല ശക്തി, പറഞ്ഞവന്റെ വാക്കിനാ ശക്തി. One who looks, നോക്കുന്നവൻ എന്ന് പറഞ്ഞില്ലേ? ആ പറഞ്ഞവന്റെ വാക്കുകൾക്ക് അത് അധികാരമുള്ള വാക്ക്, അത് ശക്തിയുള്ള വാക്ക്. വടി നീട്ടാൻ അവൻ പറയുമ്പോൾ വടിക്കൊരു ശക്തിയില്ല. ആ പറഞ്ഞ ശബ്ദമാണ്. വല വീശാൻ അവൻ പറയുമ്പോൾ വലയ്ക്കൊരു ശക്തിയില്ല. പക്ഷേ the word which came from the mouth of God, that has power. അവന്റെ വായിൽ നിന്ന് വരുന്ന വചനത്തിന്റെ ശബ്ദം അത് ഭയങ്കര ശക്തിയുള്ളതാ. യഹോവ റാഫ, കേൾവിക്കൊരു ശക്തിയുണ്ട്. നമ്മൾ പറയുന്നത് പോലെ അല്ല കേട്ടോ. അതുകൊണ്ടാ പൗലോസ് പറഞ്ഞത്, ഈ കാണുന്ന മുഴുവൻ ലോകം, the words prepared, created by the word of God. ഈ കാണുന്ന മുഴുവനും ദൈവം ഉണ്ടാക്കിയത് തന്റെ വായിന്ന് വന്ന വചനമാ. കൈ നീട്ടടാന്ന് പറയുമ്പോൾ അതിനകത്തൊരു ശക്തിയുണ്ട്. കിടക്കെടുത്ത് നടക്ക എന്ന് പറയുമ്പോൾ 38 വർഷമായി ഈ കുളക്കരയിൽ കിടന്നവൻ എഴുന്നേൽക്കാൻ കാരണം അവന്റെ വായിൽ നിന്ന് വന്ന the word came from his mouth. ആ ശബ്ദം കേൾക്കണം കേട്ടോ. ഈ ദിവസങ്ങളിൽ ഒന്നും കേട്ടില്ലേലും ആ ശബ്ദം കേൾക്കണം. ആ ശബ്ദത്തിനൊരു വലിയ ശക്തിയുണ്ട്. ഞാൻ ഇന്നലെ രാവിലെ എനിക്കൊരു ചെറിയ അസ്വസ്ഥത, ശരീരത്തിന് ഒരു ചെറിയ അസ്വസ്ഥതയുണ്ടായി. അസ്വസ്ഥത ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തോണ്ടേ നമ്മുടെ ചർച്ചിൻ്റെ ഡോക്ടറെ ഞാൻ വിളിച്ചു. ഡോക്ടറെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഒരു ചെറിയ പ്രയാസമുണ്ട്, എന്തോന്ന് അറിയത്തില്ല, എന്തോ വേണം. അപ്പോൾ പുള്ളിയൊക്കെ ഒരു ക്ലാസ്സൊക്കെ എനിക്ക് അങ്ങ് എടുത്ത്, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അത് ചെയ്താൽ മതി, ഇത് ചെയ്താൽ മതി. എനിവേ ഒരു മെഡിസിൻ ഞാൻ അയച്ചേക്കാം എന്ന് പറഞ്ഞു. പുള്ളിയോട് പറഞ്ഞു, ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ ഇതങ്ങ് മാറി. മെഡിസിൻ ഒന്നും എടുത്തില്ല, അത് അവിടെ ഇരിപ്പുണ്ട്. പുള്ളിയുടെ കൈ വല്ല മാജിക്കുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. പുള്ളി ഇങ്ങനെ നോക്കും അവിടെ ഇരുന്നുണ്ട് എന്നെ. ഈ കേൾക്കുന്നതിനകത്തും ശക്തിയുണ്ട്. അപ്പൊ ഈ കേട്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ നിന്ന് കുറെ കാര്യങ്ങൾ അങ്ങ് മാറി. പറയുന്നതിനും ശക്തിയുണ്ട്. നാം എന്തു കേൾക്കുന്നു എന്ന് സൂക്ഷിച്ചു കൊള്ളണം. നാം എന്തു പറയുന്നു എന്നും സൂക്ഷിക്കണം. സമയമുള്ളപ്പോഴൊക്കെ ദൈവം പറഞ്ഞത് പറ, അതിന് ശക്തിയുണ്ട്. അത് നിങ്ങളുടെ വീട്ടിൽ മുഴങ്ങണം. ഫൈനലി ഇതെനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഒരു കാര്യവും കൂടെ. എന്താ ലുക്ക്? നോക്കാൻ പറഞ്ഞെന്നറിയാമോ? നോക്കാൻ പറഞ്ഞേ. ലോകത്തിൽ പാപം കയറി വന്നത് വിത്ത് എ ലുക്ക്. വൃക്ഷഫലം തിന്മാൻ നല്ലതെന്ന് കണ്ടു, നോക്കി. അങ്ങനെയെങ്കിൽ കർത്താവ് പറയുക, പരിഹാരവും നോട്ടത്തിലൂടെയാ. ഹല്ലേലൂയ. ദൈവം വെറുതെ ഒന്നും പറയുന്ന ദൈവമല്ല ദൈവമക്കളെ. God knows റെമഡി എങ്ങനെയാണെന്ന് ദൈവത്തിന് അറിയാം. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ
മരുഭൂമിയിൽ പിച്ചള സർപ്പം, അതാരാന്നറിയാമോ? ക്രിസ്തുവാണ്. ക്രിസ്തു തന്നെ അത് ഏറ്റു പറഞ്ഞു, ഞാൻ എവിടെങ്കിലും ഉയർത്തപ്പെട്ടാൽ എല്ലാവരും, എവരിവൺ ഡ്രോസ് നിയർ ടു മീ. നമ്മൾ ആരാധനയ്ക്ക് വരുമ്പോൾ നമ്മുടെ പാട്ടിലൂടെ, നമ്മുടെ പ്രസംഗത്തിലൂടെ നമുക്കൊരാളെ ഉയർത്തിയാൽ മതി. അത് നമ്മുടെ കർത്താവാണ്. ആ കർത്താവിനെ ഉയർത്തിയാൽ ബാക്കി കാര്യങ്ങളെല്ലാം ദൈവം ചെയ്തുകൊള്ളും. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിലാണ്. ഈ വചനത്തിന് മുമ്പിൽ എത്ര പേര് പ്രാർത്ഥിക്കും? കർത്താവെ, കംപ്ലൈന്റ് പറഞ്ഞിരിക്കാനുള്ളവരല്ലല്ലോ ഞങ്ങൾ, പ്രൈസ് ചെയ്യാനുള്ളവരാണല്ലോ. പറഞ്ഞു പോയ കംപ്ലൈൻ്റ് ഒക്കെ ഞങ്ങളോട് ക്ഷമിക്കണേ കർത്താവേ. ഞങ്ങൾ പിറുപിറുത്തിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ ആർക്കെങ്കിലും എതിരായി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ അങ്ങയ്ക്ക് വിരോധമായി സംസാരിച്ചെങ്കിൽ, എത്ര പേര് എന്നോട് കൂടെ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കും? ഒരു കൺവിക്ഷൻ വേണം, ഒരു കൺഫെഷൻ വേണം, ഒരു കൺട്രീഷൻ വേണം, പശ്ചാത്താപം വേണം, അനുതാപം വേണം, ഏറ്റുപറച്ചിൽ വേണം. ഇതൊന്നും ഇല്ലെങ്കിൽ അത് ആരാധനയല്ല, അതൊന്നും ഇല്ലെങ്കിൽ അത് കർത്തൃമേശയല്ല. ആ വേർഡിനാ ശക്തിയുള്ളത്. കർത്താവ് പറഞ്ഞു, എന്നെ തിന്നുന്നവൻ, ആ വേർഡിനാ ശക്തി. ഈ ഇരിക്കുന്ന അപ്പം മനുഷ്യനുണ്ടാക്കിയതാ, ഈ ഇരിക്കുന്ന മുന്തിരിച്ചാർ മനുഷ്യനുണ്ടാക്കിയതാ. പക്ഷേ ദൈവം പറഞ്ഞ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട്, whenever I believe the word which came from the mouth of God and I participate in the Holy Communion, there is a power, there is a life. നോക്കിയവന് ജീവനാ കിട്ടിയത്, വിശ്വസിച്ചവന് നിത്യജീവനാ കിട്ടുന്നത്. എല്ലാ കണ്ണുകളും ആ ഉയർത്തപ്പെട്ട ന്യായവിധിയും പാപവും ശാപവും ഉയർത്തപ്പെട്ട ക്രൂശിലുണ്ട്. എൻ്റെ പാപം അവിടെ നീങ്ങുകയാ, എൻ്റെ ശാപം അവിടെ മാറുകയാ, എൻ്റെ ന്യായവിധി അവിടെ മാറുകയാണ്. നമുക്ക് ആ ക്രൂശിലേക്ക് നോക്കാം. ഹല്ലേലൂയ.